പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകത്തില് ഇസബേലിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇസബേൽ ഒരു പ്രവാചകിയായിരുന്നു. ഇസബേൽ ഒരു ദുർനടപ്പുകാരിയായിരുന്നു. ഇസബേല് ദുരുപദേശങ്ങളുടെ വിളനിലമായിരുന്നു ഇസബേൽ. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ഇസബേലിനെ ഒഴിവാക്കാത്തതായിരുന്നു അവരുടെ കുറ്റം. 21 വാക്യം നമുക്ക് വായിക്കാം. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലാക്കും. ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലാക്കും. അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടത്തിലാക്കി കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് പകരം ചെയ്യും. ഇസബേൽ എന്ന സ്ത്രീക്ക്, ദുർനടപ്പുകാരിയായവൾക്ക്, പാപത്തിൽ ജീവിക്കുന്നവൾക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം കൊടുത്തു. മാനസാന്തരത്തിന് അവസരം ലഭിച്ച ഇസബേൽ, അതും ഒരു ഭാഗ്യമാണ്. മാനസാന്തരത്തിന് അവസരം ലഭിക്കാതിരിക്കുന്നത് ഒരു വലിയ വേദനയാണ്. നമുക്ക് ധാരാളം അവസരങ്ങൾ വലിയവനായ ദൈവം അനുദപിക്കാനായിട്ട് തരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ രാത്രിയിലെ പ്രാർത്ഥനയിൽ ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്: പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന്. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, കോപത്തിൽ നിന്നും, ദോഷങ്ങളിൽ നിന്നും, മെല്ലുകളിൽ നിന്നും, ഇടിയിൽ നിന്നും, വസന്തകളിൽ നിന്നും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകും. ആ പറയുന്നതില് ഒന്നാണ് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. പെട്ടെന്നുള്ള മരണത്തെയാണ് നമ്മൾ ഭാഗ്യകരമായ മരണമെന്ന് വാഴ്ത്തിപ്പാടുന്നത്. ഒരാൾ പെട്ടെന്ന് നിന്ന നിപ്പിൽ കറങ്ങി വീണാൽ നമ്മൾ പറയും, എന്നാ ജീവിതമല്ലേ, ആരും ബുദ്ധിമുട്ടിപ്പിക്കാതെ വളരെ സന്തോഷത്തോടെ നിന്ന നിപ്പിൽ ആ മനുഷ്യൻ പോയി, ആരെയും ഭാരപ്പെടുത്തിച്ചില്ല. ഇതാണ് നമ്മൾ പലപ്പോഴും നല്ല മരണമായിട്ട് ചിന്തിക്കും. അറിവുകേടുകൾ പലതുണ്ടല്ലോ നമുക്ക്. ഈ പല അറിവുകേടുള്ളതിൽ ഒരറിവുകേടാണ് പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്നത്. നമുക്ക് മാനസാന്തരത്തിന് അവസരം കിട്ടാതെ പോകുന്ന ഒരു മരണമാണ്. വാർദ്ധക്യം ശോഭനമായി തീരുന്നത് ഇവിടെയാണ്. വാർദ്ധക്യം മാനസാന്തരപ്പെടാൻ, വാർദ്ധക്യം വരുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. ഓരോന്ന് ബലം ക്ഷയിച്ച് വരുമ്പോ വിവേകവും വിവരമുള്ളവർക്ക് മനസ്സിലാവും ഇനിയിപ്പോ അധികം പഴക്കമൊന്നും ഇല്ല എന്ന് മനസ്സിലായി. ആ സമയം മുതലെങ്കിലും കൊമ്പൊക്കെ താഴ്ത്തി, മേപ്പോട്ട് വെച്ച മീശയൊക്കെ താഴത്തേക്ക് താത്തി, അല്പം കനമൊക്കെ കുറച്ച്, അല്പം ദൈവാശ്രയത്തോടെ ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നൊരു ചിന്തയിലേക്ക് ഒരുവിധം വിവേകമുള്ളവരൊക്കെ ചിന്തിക്കും, ഈ കളി പറ്റില്ല, ഇനി നമ്മൾ അക്കരയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങണം, വേഗം കാര്യങ്ങൾ ക്രമീകരിക്കണം. അനധിവിദൂര ഭാവിയിൽ എനിക്കൊരിക്കലും സംഭവിക്കരുത് എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള ആ കാര്യം എനിക്ക് വന്ന് ഭവിക്കും. എന്നാ ഞാൻ പറഞ്ഞ്, അനധിവിദൂര ഭാവിയിൽ എനിക്ക് ഒരിക്കലും സംഭവിക്കരുതേ എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യം എനിക്ക് വന്ന് സംഭവിക്കും. ശരീരത്തിൽ അതിൻ്റെതായ ഒരു യാന്ത്രികമായിട്ട് ഇതിനകത്ത്, ഈ സിസ്റ്റത്തിനകത്തുള്ളതാണ്. തമ്പുരാൻ വെച്ച് പിടിപ്പിച്ചേക്കണ. അത് എത്രയാന്ന് പറഞ്ഞാലും, ഇപ്പൊ 90 വയസ്സായാലും എന്റെ സ്കിന്നൊന്നും ചുക്കി ചുളിയരുത്, മുഖത്ത് സൗന്ദര്യം പോകരുത്, വായിലെ പല്ല് പൊഴിയരുത്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടരുത്, ചെവിയുടെ കേൾവി പോകരുത്, ഇങ്ങനെയെല്ലാം മുടിയുടെ നിറം മാറരുത്, ഇങ്ങനെയെല്ലാം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ അതിനോട് കീഴടങ്ങാൻ തയ്യാറല്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, വാർദ്ധക്യം എനിക്ക് കളിക്കാൻ തന്നിരിക്കുന്നതല്ല, വാർദ്ധക്യം എനിക്ക് മാനസാന്തരപ്പെടാൻ തന്നിരിക്കുന്നതാണ്
വാർദ്ധക്യം എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കാൻ തന്നിരിക്കുന്നതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. വാർദ്ധക്യം എന്നുള്ളത് എല്ലാവർക്കും മാനസാന്തരപ്പെടുവാൻ ദൈവം തരുന്ന ശോഭനമായ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. രാജോണങ്ങൾ പറഞ്ഞതുപോലെ വെട്ടാതെ നിർത്തിയിരിക്കുന്നത് മഹിമ കൊണ്ടല്ല, കുറേയും കൂടി നന്നാവാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതാണ്. അയൽവക്കത്തെ 26 വയസ്സുള്ള ചെറുക്കൻ ലോകത്തു നിന്ന് പോയിട്ടും ഇങ്ങേ വശത്ത് 86 വയസ്സുള്ള എന്നെ എന്റെ ദൈവം നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനേക്കാൾ കേമനായതുകൊണ്ടല്ല, മാനസാന്തരപ്പെടാൻ എനിക്ക് എന്റെ ദൈവം തന്നിരിക്കുന്ന ഒരവസരമാണെന്നോർത്ത് ദൈവസന്നിധിയിൽ തലകുനിക്കുന്നതാണ് ജീവിതത്തിന്റെ അനുഗ്രഹം. രോഗം ഒരിക്കലും ദൈവം തരുന്നതല്ല. ക്യാൻസർ നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്ന എനിക്ക് തോന്നുന്നത്, ദൈവമേ എന്നാ രോഗം വന്നാലും അതുമാത്രം ഞങ്ങൾക്ക് വരല്ലേ, ക്യാൻസർ വരല്ലേ എന്ന്. എനിക്ക് തോന്നുന്നത് ഇതിനകത്തൂടെ നമ്മളൊക്കെ ഒരു ക്യാൻസർ രോഗിയെ കണ്ടേച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മനസ്സുകൊണ്ട് പറയും, ദൈവമേ എനിക്കിത് വരല്ല കർത്താവേ, എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആളില്ല, എനിക്ക് ചികിത്സിക്കാൻ പണമില്ല എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് അറിയാതെ പറഞ്ഞു പോകും. എന്നാൽ ഏത് രോഗത്തിന്റെ സാഹചര്യങ്ങളും മാനസാന്തരപ്പെടാൻ ദൈവം തരുന്ന അവസരമാണെന്ന് ഓർക്കണം. രോഗ സാഹചര്യങ്ങൾ മാനസാന്തരപ്പെടാൻ ദൈവം തരുന്ന അവസരങ്ങളാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാം, ബാധ്യതകളും കഷ്ടനഷ്ടങ്ങളും മാനസാന്തരപ്പെടാൻ ദൈവം തരുന്ന അവസരങ്ങളാണ്. ചിലർ കടക്കണിക്കകത്താണ് കർത്താവിനെ കണ്ടുമുട്ടുന്നത്. കടുത്ത ബാധ്യതകൾക്കകത്തുകൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവവചനം കേൾക്കുന്നത്. എല്ലാ നഷ്ടങ്ങൾക്കകത്തും കർത്താവിനെ കണ്ടുമുട്ടും. ദൈവം നമ്മൾക്കുണ്ടാകുന്ന ചില സാഹചര്യങ്ങളെ മാനസാന്തരത്തിനായിട്ട് രൂപാന്തരപ്പെടുത്തി തരികയാണ്. ദൈവത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞ മാനസാന്തരത്തിന് ദൈവം തരുന്ന അവസരങ്ങൾ. 1 വാർദ്ധക്യം, 2 രോഗം, 3 ബാധ്യതകളും കഷ്ടനഷ്ടങ്ങളും. അവിടെ നമുക്ക് കർത്താവിനെ രക്ഷകനായിട്ട് കിട്ടുമ്പോ കഷ്ടങ്ങളല്ല, നഷ്ടങ്ങളല്ല, രോഗങ്ങൾ ദുരന്തങ്ങളല്ല, മറിച്ച് അതിന്റെ നടുവിൽ സർവശക്തനായ ദൈവത്തെ കണ്ടെത്താനായിട്ട് ദൈവം നമുക്ക് അവസരങ്ങൾ തരികയാണ്. ഇപ്പോ നമുക്ക് ആശുപത്രികൾ ഗ്രൂപ്പായിട്ട് പോകാനും വിസിറ്റ് ചെയ്യാനും അവസരങ്ങൾ അനുവദിക്കുന്നില്ല. എന്നാൽ അങ്ങനെ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് വടഞ്ചേരി മെഡിക്കൽ മിഷനിൽ ഞാൻ രോഗിയെ കാണാനായിട്ട് കടന്നു ചെന്ന സമയം 2 ചത്തും വേരറ്റും പോയി എന്ന് പറഞ്ഞതുപോലെ 2 കൈയും ഒടിഞ്ഞ് 2 കാലും ഒടിഞ്ഞ് നടുവിന് പ്രശ്നം പറ്റി ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ബെഡിൽ കിടക്കുന്ന ഒരു പ്രിയപ്പെട്ടവനെ കാണാൻ പോകാനായിട്ടിടയായി. 2 കൈയും അനങ്ങില്ല, 2 കാലും അനങ്ങില്ല, നടു അനക്കാൻ നിർത്തിയില്ല. ആക്സിഡന്റിൽ പെട്ടതാണ്. പക്ഷെ ഞാൻ ചെല്ലുമ്പോ ദൈവം കണ്ണുനീരോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കിത് വേണം സാറേ, എനിക്കിത് വേണം. എന്നെ സ്നേഹിക്കുന്ന എന്റെ ദൈവം എനിക്ക് തന്നൊരു അവസരമാണിത്. ഞാൻ ദൈവത്തെ അറിയാതെ ഒത്തിരി ഓടി. എനിക്ക് പ്രാർത്ഥിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല, ആരാധനയ്ക്ക് പോകാൻ സമയം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് പല പ്രാവശ്യം വന്ന് എന്റെ വീട്ടിൽ വന്ന് എന്നെ യോഗത്തിനൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരം കിട്ടിയിട്ടില്ല. ഞാൻ എനിക്ക് വേണ്ടി ഒത്തിരി ഓടി. എനിക്കൊരു കാര്യം ഈ കിടന്ന കിടപ്പിൽ മനസ്സിലായി, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നും അവൻ എനിക്ക് വേണ്ടി വില കൊടുത്തു എന്നും. അതുകൊണ്ട് ഞാൻ എന്റെ ഈ അപകടത്തിന്റെ നടുവിൽ ഈ കിടക്കുന്ന കിടപ്പിൽ
എന്റെ കർത്താവിനെ മുഖാമുഖമായി കണ്ടതുകൊണ്ട് കൈയുടെ വേദനയും കാലിന്റെ വേദനയും ഒന്നും ഞാൻ അറിയണില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മനസ്സാന്തരപ്പെടാനായിട്ട് ദൈവം നമുക്കെല്ലാവർക്കും, ഒന്ന് കേട്ടെ, മനസ്സാന്തരപ്പെടാനായിട്ട് ദൈവം നമുക്കെല്ലാവർക്കും ധാരാളം അവസരങ്ങൾ തരുന്നുണ്ട്. ധാരാളം അവസരങ്ങൾ നിന്ന് തിരിഞ്ഞു നോക്കാൻ, പിറകോട്ട് നോക്കാൻ, നമ്മളെ വിശുദ്ധിയിലേക്ക് രൂപാന്തരപ്പെടുത്തി കൊണ്ടുവരാൻ, പാപത്തിൽ നിന്ന് മനം തിരിഞ്ഞു വരാൻ ഒക്കെ ദൈവം നമുക്ക് തരുന്ന ധാരാളം അവസരങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഈ നല്ല അവസരങ്ങളെ വലിയവനായ ദൈവം നമുക്ക് മനസ്സാന്തരത്തിന് തരുന്നതാണെന്ന് ഓർത്ത് അതിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. മനസ്സാന്തരപ്പെടുവാൻ അവസരമുണ്ടായിട്ടും മനസ്സാന്തരപ്പെടാത്ത ഇസബേലിനെ പോലെ നമ്മൾ ആകരുത്. ഇസബേലിനെ പോലെ നമ്മൾ ആകരുത്. പ്രിയ ദൈവമക്കളെ, ഇവിടെ അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. വലിയ കഷ്ടതയിലാക്കിക്കളയും മനസ്സാന്തരപ്പെടാതിരുന്നാൽ ഞാൻ അവളെ വലിയ കഷ്ടതയിലാക്കിക്കളയും. അടുത്തത് കേട്ടെ, അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നമുക്ക് ദൈവം തരുന്ന അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അനർത്ഥങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. ശരിക്കും നമ്മുടെ മനസ്സങ്ങോട്ട് കല്ലിച്ചു പോവുക, വചനത്തിന്റെ മുമ്പിൽ അങ്ങ് തഴമ്പിച്ചു പോവുക. അവസരങ്ങൾ ദൈവം തരുന്നു, അത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അതിന് വേദപഠിതാക്കൾ കൊടുത്തിരിക്കുന്ന ഒരു ഓമന പേരുണ്ട്. വേദപുസ്തകത്തിൽ അതിന്റെ വാക്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ലോകത്ത് കാണുന്ന ചില സംഭവവികാസങ്ങളുടെ വെളിച്ചത്തിൽ സ്വാംശീകരിച്ചെടുത്തിരിക്കുന്ന ഒരു വാക്കുണ്ട്. അതിന് പറയുന്ന പേര് വേദപുസ്തകത്തിലുള്ള ന്യായവിധി ഒന്നുമല്ല, വർത്തമാനകാല ന്യായവിധി എന്ന് പറയും. ഈ വർത്തമാനകാല ന്യായവിധി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾക്ക് നമ്മൾ മനസ്സാന്തരപ്പെടാതെ പോയാൽ ചിലപ്പോൾ അപ്പോൾ തന്നെ ചില അനർത്ഥങ്ങൾക്ക് നമ്മൾ വിധേയരായെന്ന് വരും. നമ്മളുടെ പല കാര്യങ്ങളും നമ്മൾ തന്നെ എരന്നു വാങ്ങിക്കുകയാണ്. പല ശിക്ഷകളും, പല കഷ്ടങ്ങളും, പല നഷ്ടങ്ങളും, പല രോഗങ്ങളും, പല ദുരന്തങ്ങളും. ഇതിന് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് പറയാൻ ഉള്ള പ്രാപ്തി എനിക്കില്ല, നിങ്ങൾക്കുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആരെയും വിധിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമുക്കങ്ങനെ ആരെയും കുറ്റപ്പെടുത്താനോ കുറ്റം വിധിക്കാനോ പാടില്ല, പറ്റില്ല, ചെയ്യരുത്. ആർക്കെങ്കിലും രോഗങ്ങളും അനർത്ഥങ്ങളും ദുരന്തങ്ങളും വരുമ്പോൾ നമ്മൾ ആരെയും അവൻ ഇന്നത് ചെയ്തതുകൊണ്ടാണ് അവനിങ്ങനെ സംഭവിച്ചതെന്ന് നാവെടുത്ത് പറയുകയോ മനസ്സിൽ ചിന്തിക്കുകയോ ചെയ്യണം. അതേ സമയത്ത് ആ വ്യക്തിക്ക് സ്വയം ചിന്തിക്കാനും മനസ്സിലാക്കാനുമായിട്ട് സാധിക്കും. ഇപ്പോ എനിക്ക് ഈ സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഞാൻ ആദ്യമേ കോലഞ്ചേരി മെഡിക്കൽ മിഷനിലെ കണ്ട രോഗി പറഞ്ഞതുപോലെ എനിക്കിത് വേണം സാറേ. കുതിരയെപ്പോലെ കുതിച്ചോടുമ്പോൾ ആർക്കും തടയാൻ കഴിയാത്ത ഒരു മനോഭാവത്തോടെ പോകുമ്പോൾ ആരും നമ്മളെ ഇന്റർഫിയർ ചെയ്തൊന്നും വരില്ല. ആരും നമ്മുടെ സ്വകാര്യതയിലേക്ക് കയറി വന്ന് നമ്മളെ തടഞ്ഞു എന്ന് വരില്ല. പക്ഷേ ഓർക്കണം, ഇങ്ങനെ പോയാൽ പറ്റില്ല. എന്റെ ജീവിതം എനിക്കൊന്ന് ക്രമപ്പെടുത്തണം. മാനസാന്തരത്തിന് ദൈവം തന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന്. ഇപ്പോൾ ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു സമയമാണിത്. ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് വസ്ത്രം മാറി
ഞാൻ പോകുന്നത് എവിടേക്കാണെന്ന് എനിക്കറിയില്ല. എന്റെ മുൻപിൽ എന്താണെന്ന് എനിക്കറിയില്ല. നാളെ ഒരു പ്രഭാതം ഉണ്ടോ എന്നും എനിക്കറിയില്ല. എന്റെ ദൈവം എനിക്ക് തരുന്ന അവസരം വാർദ്ധക്യം നന്നായി എൻജോയ് ചെയ്യണം. എങ്ങനെയാണെന്നറിയാം, അടിച്ചു പൊളിക്കാന്നല്ല എന്റെ അർത്ഥം. ദൈവസന്നിധിയിൽ എൻജോയ് ചെയ്യും. അത് ആർക്കും എറിഞ്ഞിട്ട് കൊടുക്കരുത് കളിക്കാൻ. അത് എനിക്കും എന്റെ കർത്താവിനും മാത്രമുള്ളതാണ്. എന്റെ ദൈവം തന്നിരിക്കുന്ന എന്റെ ആരോഗ്യവും എന്റെ കഴിവും എന്റെ പ്രാപ്തിയും, ഇതിന്റെ ഇടയിൽ എനിക്കുണ്ടാകുന്ന ചില കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ദുരിതങ്ങളോ രോഗങ്ങളോ അപകടങ്ങളോ അനർത്ഥങ്ങളോ എന്തെല്ലാം വന്നാലും എന്റെ ദൈവം എനിക്ക് മാനസാന്തരത്തിനായിട്ട് തരുന്ന അവസരമാണെന്ന് ഓർത്ത് അനുദപിച്ച് കറക്റ്റ് ചെയ്ത് മുൻപോട്ട് പോകണം. നമ്മൾ ഒത്തിരി നമ്മുടെ ജീവിതം കുത്തി വരച്ച് കളഞ്ഞിട്ടുണ്ട്. കർത്താവേ, നീ തന്ന വിലയേറിയ ജീവിതം ഇത് കുത്തി വരച്ച് കളയാതെ അർഹിക്കുന്ന വിലയെ മനസ്സിൽ മാനിച്ച് വിശുദ്ധിയോടെ സൂക്ഷിച്ച് നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ എന്നെ സഹായിക്കണമെന്ന്. ജീവിതം കുത്തി വരച്ച് കളയാനുള്ളതല്ലല്ലോ. അനേകർക്കും അനുവദിക്കാത്തത് എന്റെ ദൈവം എനിക്ക് ഇന്നത്തേക്ക് അനുവദിച്ചു. നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സവിനയം സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.